പ്രിയ സുഹൃത്തുക്കളെ, പഞ്ചാരം ടീമിന്റെ ഇന്നത്തെ യാത്ര തിയാനൻമെൻ സ്ക്വയർ, ഫോർബിഡൻ സിറ്റി ഇവ രണ്ടും കാണുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൽ നേരെ ഷാങ്ഹായിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ഈ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോർബിഡൻ സിറ്റിയും തിയാനൻമെൻ സ്ക്വയറും കാണുക എന്നുള്ളതാണ്. ലീല ഐസക് ഉണ്ട്, അതിന് പുറകെ ടീമുണ്ട്, അൽഫോണി മാഡം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗൈഡ് ആലീസ മാഡം പറയുന്നു മുന്നാലെ പോവുകയാണ്. അവരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ എനിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായി. ഓക്കെ, അത് പിന്നാലെ പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മൾ സഞ്ചരിക്കുന്നത് തിയാനൻമെൻ സ്ക്വയറാണ്. വിശാലമായ തിയാനൻമെൻ സ്ക്വയറിലാണ് ഇവിടെ ഉള്ള പബ്ലിക് മീറ്റിംഗ്സ് എല്ലാം നടക്കുന്നത്. 1989 പ്രൊട്ടക്സ്റ്റും അത് ചൈനീസ് ലിബറേഷൻ ആർമി അടിച്ചമർത്തിയ കഥകളുമെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രഗത്ഭയായ ഗൈഡ് മുന്നാലെ ഒരു കൊടിയും പിടിച്ച് ഫ്ലാഗും പിടിച്ച് നടക്കുകയാണ്, ആലീസ മാഡം. പിന്നെ വാഷ്റൂമിൽ പോകാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ വാഷ്റൂം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ മുന്നാലെ പോകുന്നു. ടീച്ചർമാരാണ്, ദീപ ടീച്ചർ, പിന്നെ സുജ ടീച്ചർ, മുഖം കാണത്തില്ല, മാസ്ക് ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ ലീല ഐസക് നമ്മുടെ പ്രഗത്ഭമതിയായ ചേച്ചിയാണ്. പിന്നെ അതാ പത്മനാഭൻ സാറ്, ബാക്കിയുള്ളവരെല്ലാം പുറകെ വരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്യാമള മാഡം അല്ലേ? കൃഷ്ണകുമാരി, സോറി, കൃഷ്ണകുമാരി. ശ്യാമള വേറെ. ഉണ്ണികൃഷ്ണൻ സാറ്, അങ്ങനെ അവർ ഒരല്പം സ്ലോ ആയതുകൊണ്ട് പുറകെ വരുന്നുണ്ട്. എല്ലാം ടീമായിട്ട് പോകണം. നല്ല തിരക്കുള്ളതാണ് സ്ഥലം എന്നുള്ളതുകൊണ്ട്. ഇന്നലെ എനിക്കൊരു മിസ്സിംഗ് ഉണ്ടായി, ഞാൻ തന്നെ മിസ്സായത്. ആ കാര്യം പിന്നെ പറയാം. ഞാൻ ഈ വീഡിയോ എടുത്ത് നടന്ന വഴിക്ക് സംഭവിച്ച പ്രശ്നമാണ്. പിന്നെ അത് പരിഹരിച്ചു. അവർ പോട്ടെ, വേറെ ഒരു ടീം, അത് ഇത്തിരി ചെറുപ്പക്കാരാണ്, അവർ കുറച്ച് സ്പീഡാണ്, അവർ പോകോളൂ. അവർ ചെറുപ്പക്കാരാണ്, നമ്മൾ അവരുടെ ഓടിയാൻ പറ്റൂല. എനിക്കാണെങ്കിൽ മുട്ടുവേദനയുണ്ട്.
Yeah, let them go. അവർ We can't. ചെറുപ്പക്കാരാണ്. ദേ ആർ യങ് ആൻഡ് എനർജറ്റിക്. We have to wait. Some people have went to toilet. Washroom. Some people went to toilet. Oh, Toilet. Oh, we wait here. ആ We ഓക്കെ, wait. ലെറ്റ് us wait. ഒന്നുകൂടി അത് വന്ന് പറഞ്ഞതില്ല. കുറച്ച് പേര് വാഷ്റൂമിൽ പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് പതുക്കെ പോയാൽ മതി. ഇതാ ആ സമയം കൊണ്ട് നമ്മളെ അംഗങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാ, ഇതൊക്കെ സഞ്ചാരമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ആരാണെന്ന് പിന്നെ പറയാം. നമുക്ക് ആ. അടുത്ത അല്ല, അത് വന്ന് പറഞ്ഞത് വളരെ നന്നായി. ഒരു റിമൈൻഡർ ആണ്. നിങ്ങൾ ബാക്കിൽ നിന്ന് വാഷ്റൂമിൽ പോയാൽ നമ്മൾ എങ്ങനെ അറിയും പറയാതിരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടോ, അതൊരു എക്സസൈസ്, അത് രസമായി നമ്മുടെ പാർക്കിൽ പുണ്യപ്രവൃത്തി ഈ ചെയ്തു. സാധനങ്ങളൊക്കെ വെക്കുന്നത് നല്ലതാ. ഇതൊക്കെയാണ് കണ്ട. പാർക്കിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചാലേ നമുക്കാണ് എക്സസൈസും ഇല്ല, ഒന്നുമില്ല. ആ. നമ്മൾ എക്സസൈസ് ചെയ്താൽ എന്തോ മോശമൊന്നും പറഞ്ഞാണ് അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുന്നത്. അത് അന്ന് എടുക്കാൻ പാടില്ല കേട്ടോ. അതിന് എടുക്കുന്നത് ചിലപ്പോ അവരെ പ്രൈവസീനെ ബാധിക്കുന്ന മാറ്ററായാലും അവര് ചിലപ്പോൾ ഇന്നലത്തെ കാര്യം ഇനി ഓർമ്മിപ്പിക്കണ്ട. ഞാൻ Sorry. എങ്ങനെയെങ്കിലും കുഴപ്പമില്ല, മറന്നുപോയിരിക്കുക. ഡോക്ടർ ദമ്പതികൾ മുഖം കാണുന്നില്ല, കുഴപ്പമില്ല. രാജേന്ദ്ര സാർ ബാക്കി വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരു മിനി കൂപ്പർ, ടൊയോട്ട, എല്ലാം നല്ല പോഷ് വണ്ടികളാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് ആലീസ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ ഫോർബിഡൻ സിറ്റിയും ടിയാനൻമെൻ സ്ക്വയറും കാണാൻ വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഡംബര കാറുകൾ മാത്രമേ കാണാനുള്ളൂ. അതാ ബെൻസ് ലാൻഡ് റോവർ എന്ന് പറയുന്ന ഫേമസ് SUV. ഇതാ ടെസ്ല BMW. അവിടെ ഒരു ഓഡി SUV കിടപ്പുണ്ട്. അപ്പോൾ ടെസ്ല വീണ്ടും ഇന്ത്യയിൽ പോലും വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അപൂർവമായിട്ട് ചിലപ്പോൾ കാണുമായിരിക്കും. ഫോർഡ് ചൈനീസ് ബ്രാൻഡുകളും ഉണ്ട്. എല്ലാം വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഫ്ലവേഴ്സ് ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഇത് കേരളത്തിലാണെങ്കിൽ എന്നേ പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. നിസാൻ. അപ്പോൾ നമുക്ക് വാഹനത്തിൽ കൂടെ ഒരു ചെറിയ ഗ്രേസ് ഉള്ളതുകൊണ്ട് അതുകൂടെ കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മരങ്ങളൊക്കെ നല്ല രീതിയിൽ വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് തുല്യം പോപ്പുലേഷനുള്ള ഒരു നാടായിട്ടും അവർ ഈ നാടിനെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. അതാണ് ചൈന. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യമാണെങ്കിലും ആഡംബരത്തിലും എല്ലാ ലോകരാജ്യങ്ങളെയും വെല്ലുന്ന രീതിയിലാണ് ചൈനയുടെ മുന്നേറ്റം.
haven't seen everything, no? No, because different cities. നമ്മൾ ഗൈഡ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കച്ചവടവും നടക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. കാണാൻ പോകുന്ന ആളുകളുടെ തിരക്ക്. അവിടെ ട്രാഫിക് നമുക്ക് വേണ്ടി നിന്നിരിക്കുകയാണ്. നമ്മൾ സീബ്ര ലൈനിലോട്ട് പ്രവേശിച്ചതും അവർ നിന്നു. കണ്ടോ? നിന്നത് കണ്ടോ? അതാണ്. ഇത് കേരളത്തിൽ വല്ലതും പ്രതീക്ഷിക്കാൻ നോക്കുമോ? വന്നിടിച്ചു, ഇടി കൊണ്ടത് തന്നെ. ഓക്കെ. സഞ്ചാരം ടീമംഗങ്ങൾ അണിനിരന്നിരിക്കുന്നു. നമ്മുടെ ഗൈഡ് ആലീസിന്റെ നേതൃത്വത്തിൽ എന്തോ നിർദ്ദേശം കൊടുക്കാനുണ്ടായിരിക്കും. Later for the security check and the police, no video. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഗൈഡ് അലീസ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലാഗ് നോക്കി നമ്മൾ നടക്കണം. ഇതാ കണ്ടോ, ടിയാനൻമെൻ സ്ക്വയർ. ഏറ്റവും വിശാലമായ, വേണമെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായ സ്ക്വയർ എന്ന് പറയാവുന്ന സ്ക്വയറാണ്. വളരെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ക്വയറാണ്. എംപറേഴ്സ്, ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന പാലസാണ് ഫോർബിഡൻ സിറ്റി. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട നഗരം. അതെന്തുകൊണ്ട് വിലക്കപ്പെട്ടതായി എന്ന് ചോദിച്ചാൽ, അന്ന് ചക്രവർത്തിമാരും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ദേവഗണത്തിൽപ്പെടുന്നു എന്നാണ്. അവർ പൊതുജനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവ പൊതുജനങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നില്ല. പൊതുജനങ്ങൾക്ക് പാലസിനകത്തും പ്രവേശനമുണ്ടായിരുന്നില്ല. ആയതിനാൽ അത് പണ്ട് മുതലേ ഒരു ഫോർബിഡൻ സിറ്റി, അതായത് വിലക്കപ്പെട്ട നഗരം. പൊതുജനങ്ങൾക്കാണ് വിലക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രാജഭരണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പ്രവേശനം ലഭിക്കുകയും ഇപ്പോൾ നമ്മുടെ സഞ്ചാരം ടീം ആ വിലക്കപ്പെട്ടത് എന്ന് കരുതിയിരുന്നത് പാലസിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ടിയാനൻമെൻ സ്ക്വയറിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്ര വിശാലമായ ഒരു സ്ക്വയർ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ പണ്ട് മുതലേ എന്തുകൊണ്ടാണ് പബ്ലിക് മീറ്റിംഗ്സ് എല്ലാം യോഗങ്ങൾ നടന്നിരുന്നത് എന്നുള്ളതിന് ഒരു തെളിവാണ്. കാരണം അത്രയും വിശാലമായ ഒരു സ്ക്വയറാണ്. ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്ക്വയറാണ് ടിയാനൻമെൻ സ്ക്വയർ. അപ്പോൾ ചൈനക്കാർ വളരെ പ്രസ്റ്റീജായി കൊണ്ട് നടക്കുന്നതാണ്. അവിടെ ഒരു പൂന്തോട്ടമുണ്ട്. വളരെ വൃത്തിയായിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ ഒക്കില്ല. ആ ലൈറ്റിൻ്റെ ഒക്കെ പൊക്കം കണ്ടില്ലേ? കണ്ടോ? ആ വിശാലതയ്ക്ക് അനുസരിച്ച ഉയരമാണ് ലൈറ്റ് തൂണുകൾക്ക്. നമ്മുടെ ഫേമസ് വീഡിയോഗ്രാഫറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ലിതി. അപ്പോൾ വളരെ ഗംഭീരമായ പൂന്തോട്ടം. അതേപോലെ
സജ്ജാറെഡ്ഡി. ആൾക്കാർ ഇന്ന് ഭയങ്കരമായ തിരക്കാണ്, വലിയ തിരക്കാണ്, അപാരമായ തിരക്കായതുകൊണ്ട് അപ്പോൾ പൂന്തോട്ടം കണ്ടപ്പോൾ 1-2 അംഗങ്ങൾക്ക് അതിൻ്റെ മനോഹാരിത കണ്ട് ആകർഷിക്കപ്പെട്ടതാണ്. പക്ഷേ ഗൈഡ് പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് തരാം. ഉണ്ടോ പൂന്തോട്ടം ഉണ്ടോ? നമ്മളൊരു ഗാർഡനേക്കാളും ഭംഗി ഒരു പാലസ്തുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കപ്പെടുന്ന പൂന്തോട്ടം. ഇത്രയും മനോഹരമായി പൂന്തോട്ടം എവിടെയെങ്കിലും സംരക്ഷിക്കപ്പെടുന്നോ എന്ന് തന്നെ സംശയം. ആ നിലയ്ക്ക് നമ്മളെ സുഹൃത്തുക്കൾ ഒറ്റ അടിക്ക് പോവാം അതിന് 10 മിനിറ്റ് തരാമെന്ന് പറഞ്ഞു. അതിന് നേരെ പോകുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റൂല, കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. ആ വൃത്താകൃതിയിലൊക്കെ അത് എങ്ങനെ, അത് ഭയങ്കര അത്ഭുതം തന്നെ. അത് ഇവരെ കൊണ്ട് തന്നെ പറ്റുള്ളൂന്നാണ് തോന്നുന്നത്. എന്തു വന്നാലും ഞാനൊരു ഫോട്ടോ എടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതാ ബെന്നിച്ചേട്ടൻ. പിന്നല്ല, അതിൻ്റെ സൗന്ദര്യം കണ്ടാൽ ആരെടുക്കൂല. 10 മിനിറ്റ് പിന്നെ തരാം, നിനക്ക് പിന്നെ എടുത്താൽ പോരെ എന്ന് പറഞ്ഞ് ആ ഉണ്ണികൃഷ്ണൻ സാറും ദാ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി ഇനി ഫോട്ടോയിലോട്ട് വരും. ഗൈഡല്ല, ആര് പറഞ്ഞാലും. This is the Tiananmen Gate. This is symbol of China. You see many times in TV, in newspapers, in magazines. When we have a big ceremony, our president, Prime Minister, all stand there. So 1949, Chairman Mao, he stand there, said Republic China set up. That's why October 1st is our national holiday. Every October 1st, Chairman Mao changes his picture, with a new one. And behind that building, that's our parliament. When we hold it, our national conference, when the president from other countries come, we have invitation ceremony inside. 10,000 meeting hall. This is can hold it banquet. 5,000 people hold it banquet. And 23 province meeting halls over there. So behind that's Chairman Mao's memorial hall, Chairman Mao's body inside. So his body inside. In the middle, this is a monument to the people's heroes. From 1840, the Opium War with England, all the people died until 1949. All the soldiers immortal. And that one is the National Museum of China. 2-part, History and Revolution Museum is inside. Thank you. So later we go underground. After 5 minutes, take a picture. After we go underground, go inside the Forbidden City. So over there, that's a Forbidden City. But we still need to walk another 2 gates. And then we entrance. Okay, so thank 5 minutes, take a picture here. And with there. Oh, let us take, I will be take pictures. Yeah. അപ്പോൾ ഗൈഡ് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തന്നു. ഫോർബിഡൻ സിറ്റിയാണ്. ഫോർബിഡൻ സിറ്റിയുടെ മുന്നിൽ മാവോയുടെ പ്രതിമയുണ്ട്. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. മാവോയുടെ ഓരോ വർഷവും അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഓരോ വർഷവും അത് മാറ്റി പുതിയത് സ്ഥാപിക്കും. ആ ദിവസമാണ് ഒക്ടോബർ 1 അവരുടെ നാഷണൽ ഹോളിഡേ. അന്നാണ് ആഘോഷം. അന്ന് മാവോയുടെ പ്രതിമ മാറ്റി പുതിയ പ്രതിമയല്ല, ചിത്രം ആ ഗേറ്റിൽ പ്രതിഷ്ഠിക്കും. ഇതാണ് ഗ്രേറ്റ് ചെയർമാൻ ഓഫ് ചൈന എന്നറിയപ്പെടുന്നത് മാവോ. പിന്നെ ഈ ഫോട്ടോ, ഈ പൂന്തോട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആഗ്രഹം വരുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് 5 മിനിറ്റ്സ് അനുവദിച്ചിരിക്കുന്നത്. അതിപ്പോൾ അനുവദിച്ചില്ലെങ്കിലും കേരളീയരാണ്, പോയി എടുക്കാതിരിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ്സ് തന്നിരിക്കുകയാണ്. അപ്പോൾ അവരത് എടുക്കട്ടെ. ഇനി പാർലമെൻറ്റ് മന്ദിരം കാണിച്ചു തരാം. ഇതാണ് അവരുടെ പാർലമെൻറ്റ് മന്ദിരം. പാർലമെൻറ്റ് മന്ദിരത്തിലാണ് അവരുടെ ഭരണം നടക്കുന്നത്, ഭരണസ്ഥിരാകേന്ദ്രം. പ്രസിഡൻറ്റ് ഉൾപ്പെടെ ഇവിടെയാണ്. അതുപോലെ വിദേശത്തു നിന്ന് അതിഥികൾ, വിദേശ രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്ന ഇതാണ് അത് പാർലമെൻറ്റ് മന്ദിരം, ചൈനീസ് പാർലമെൻറ്റ് മന്ദിരം. പിന്നെ ഇത് പീപ്പിൾസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു
സ്തൂപം അവിടെയുണ്ട്. പിന്നെ ഇത് മ്യൂസിയം ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്, റെവല്യൂഷണറി മ്യൂസിയം ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ചുറ്റുപാടും ചരിത്രം ഉറങ്ങിക്കിടക്കുകയാണ്. ഇനി മനോഹരമായ കാഴ്ച കാട്ടിത്തരാം. നമ്മുടെ പുഷ്പങ്ങൾ എങ്ങനെ ചെയ്തിരിക്കണമെന്ന് നോക്കുക. രാഷ്ട്രത്തലവന്മാർ വരുന്ന ഭാഗമാകുമ്പോൾ അവർ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് കാത്തു സൂക്ഷിക്കുന്നതിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഉത്തരമായി. കാരണം പ്രസ്റ്റീജിയസ് ആയി അവർ എടുത്തു കാട്ടുന്നതാണ് ഇതൊക്കെ. സർക്കുലാർ ഷേപ്പിൽ ആണ്, സർക്കുലാർ ഷേപ്പിൽ പുഷ്പങ്ങൾ, ഇതൊക്കെ പുഷ്പങ്ങളാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഇവർക്ക് തന്നെ അറിയാവൂ. വേറെ എവിടെയും എനിക്ക് ഇതുപോലെ കണ്ടതായിട്ട് ഓർമ്മയില്ല. Where are you from? You are from India. India. You are native of China. Okay. Your good name is Sri Kumar. You? 张来福。 Chang 张来福。 beautiful. Madam, you are? My name is 曹丽娟。 Beautiful. Welcome to China. Baby, your name? 叫什么名字？张子熙。 baby. Hi. Hi. 打招呼。 Bye. Okay. Okay. Bye. 拜拜。 Thank you very much. അപ്പോൾ ചൈനീസ് നാട്ടുകാരാണ്, വളരെ ഫ്രണ്ട്ലിയാണ് അവർ. അപ്പോൾ കാര്യമായിട്ട് സംസാരിച്ചു, കുട്ടികളെ കൊണ്ട് ബൈ പറയിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള നല്ല ആൾക്കാരാണ് ഇവിടെയുള്ള ആളുകളൊക്കെ. അപ്പോൾ ഇത് ഒന്ന് അടുത്തങ്ങ് വരാം. വളരെ വിശാലമായ പൂന്തോട്ടമാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്, മനോഹരമാണ്. അതാണ് ടിയാനൻമെൻ സ്ക്വയറിൻ്റെ ഗാർഡൻ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഫോട്ടോ എടുത്ത് അതിൻ്റെ ബഹളമാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ഗൈഡിനടുത്തോട്ട് തന്നെ പോകാം. അത് വേറെ, അത് ചൈനീസ് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയാണ്, അത് വേറെ.